ഞാനിവിടെ കുവൈറ്റിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 3 ഇയേഴ്സ് ആവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ മിസ്റ്റർ ഹസ്ബൻഡൊക്കെ കുവൈറ്റിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 11 വർഷമായി. പക്ഷേ ഇതുവരെ ഈ ഒരു കുവൈറ്റ് ടവറിൻ്റെ ഉള്ളിൽ ഇവരാരും കയറിയിട്ടില്ല കേട്ടോ. സോ ഫൈനലി ഇന്നലെ നമ്മൾ രണ്ടും കൽപ്പിച്ച് അതിൻ്റെ ഉള്ളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളിത് ടിക്കറ്റ് എല്ലാം എടുക്കാൻ വേണ്ടി വന്നു. അഡൽസിനെല്ലാം 3 KD ആണ് കേട്ടോ ചാർജ് വരുന്നത്. പിന്നെ 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അകത്ത് കയറണം. അത് നമ്മൾ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ പോവുക. 185 മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ. മോഡേൺ കുവൈത്തിൻ്റെ സിമ്പിൾ അല്ലെങ്കിൽ ലാൻഡ്മാർക്ക് ആയിട്ടാണ് കേട്ടോ ഈ ഒരു കുവൈറ്റ് ടവർ കാണപ്പെടുന്നത്. 1979 കേട്ടോ ഇത് ആദ്യമായിട്ട് ഇനോഗ്രേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. എല്ലാം ഗൂഗിളിൽ നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടിയത്. അതുമാത്രമല്ല നമ്മളിതിൻ്റെ ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നൊരു വ്യൂവിങ് സ്ഫിയറും കൂടെ ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. അപ്പോൾ അതേ നമ്മൾ നേരെ 120 ആണ് ഇതിൻ്റെ ലിഫ്റ്റിൽ നമ്പർ കാണിച്ചത് കേട്ടോ. 120. അങ്ങനെ 120ാമത്തെ ഫ്ലോറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നിട്ടുള്ളൊരു വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കുവൈത്ത് മൊത്തത്തിൽ കാണാം കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ഒക്കെ കണ്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മളിത് ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഈ ഒരു 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ. അതുമല്ല ഇവിടെ കുറച്ച് സ്നാക്സും ജ്യൂസും അങ്ങനെയുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം. ഇനി 3 KD ടിക്കറ്റ് ചാർജ് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് വെർത്താണോ ഇല്ലയോ എന്നുള്ളത് അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് കേട്ടോ.